ബില്ല് അദ്ദേഹം പറഞ്ഞു മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കും എന്ന് ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ. അത് കഴിഞ്ഞിട്ടാണ് കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗിൻ്റെ സുപ്രീം കോർട്ട് ഇടപെടൽ. അവിടെ ഒരു ഡിസ്കഷൻ നടക്കുന്നു. അതുവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മുനമ്പം പ്രശ്നപരിഹാരം അട്ടിമറിക്കുന്നത് പ്രതിപക്ഷമെന്ന് രാജീവ് ചന്ദ്രശേഖർ. തടസ്സം സുപ്രീം കോടതിയിലെ പ്രതിപക്ഷത്തിന്റെ കേസുകൾ. സമരസമിതിയുമായുള്ള പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച മാറ്റിയത് കേസ് സുപ്രീം കോടതിയിലായതിനാലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. രാജീവിന്റെ നേതൃത്വത്തിൽ BJP സംഘടിപ്പിക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾക്ക് ഇന്ന് തുടക്കം. വീണ്ടും വിവാദ പരാമർശങ്ങൾ തുടർന്ന് BJP MP നിഷികാന്ത് ദുബെ. മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷി മുസ്ലിം കമ്മീഷണർ. ജഡ്ജിമാർക്കെതിരായ ദുബെയുടെ പരാമർശം ഇന്ന് സുപ്രീം കോടതിക്ക് മുന്നിലെത്തും. ദുബെയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി DMK. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. കാസർഗോഡ് കാലിക്കടവ് മുതൽ തിരുവനന്തപുരം വരെ 1 മാസം നീളുന്ന പരിപാടികൾ. ആഘോഷ പരിപാടികൾ ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷം. ക്ഷാമകാലത്ത് സർക്കാരിന്റെ ധൂർത്തെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് 18നോട്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ന് ഇന്ത്യയിൽ. പ്രധാനമന്ത്രി അത്താഴ വിരുന്നൊരുക്കും. സന്ദർശനം പകരച്ചുങ്കത്തിൽ ഇന്ത്യ അമേരിക്ക ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ F1 വിസ റദ്ദാക്കുന്നതിനെതിരെ ഇന്ത്യൻ ചൈനീസ് വിദ്യാർത്ഥികൾ അമേരിക്കയിൽ നിയമ പോരാട്ടത്തിന്. മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായ മാസപ്പടി കേസ് ഇന്ന് വീണ്ടും ഡൽഹി ഹൈക്കോടതിയിൽ. SFIO തുടർ നടപടികൾ തടയണമെന്ന CMRLന്റെ ആവശ്യം. അന്വേഷണം ചോദ്യം ചെയ്തുള്ള പ്രധാന ഹർജിയും ഇന്ന് പരിഗണനയ്ക്ക് വന്നേക്കും.